الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة ورثتموها بما كنتم تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കുവാൻ എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസിമാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, യൗമുൽ ജുമുഅയിലെ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായി ഞങ്ങൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുക. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹു ഉറക്കം, ക്ഷീണം, തളർച്ച, ഖുതുബക്ക് അത് കേൾക്കാൻ തടസ്സമാകുന്ന എല്ലാവിധ ക്ഷീണത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, സൂറത്ത് അൽ അഅറാഫിലെ 43-ാമത്തെ ആയത്ത് ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ പാരായണം ചെയ്തു. അൽ അഅറാഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണ്. മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളുമായ ആൾക്കാർ
വിചാരണയ്ക്ക് ശേഷം അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അല്ലാത്തവരെ അല്ലാഹു നരകത്തിലേക്ക് വിടും. തുലാസ്, മീസാൻ, അത് റൈറ്റ് ഭാഗത്തേക്കും ചെരിയുന്നില്ല, ലെഫ്റ്റ് ഭാഗത്തേക്കും ചെരിയുന്നില്ല. അതിന്റെ സൂചി നേരെ നിൽക്കുകയാണ്. നന്മ അധിഷ്ഠിതമായ നന്മയിലേക്ക് ചായുന്നുണ്ടോ ഇല്ല, തിന്മ അധിഷ്ഠിതമായ തിന്മയിലേക്ക് ചായുന്നുണ്ടോ ഇല്ല. സൂചി നേരെയാണ്, മീസാന്റെ നേരെ നിൽക്കുക സൂചി. അങ്ങനെയുള്ള ആൾക്കാരെ അള്ളാഹു അഅറാഫിലാണ് പ്രവേശിപ്പിക്കുക. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള ഒരു സ്ഥലം, അതാണ് അൽ അഅറാഫ്. കുറെ നാൾ അഅറാഫിൽ താമസിപ്പിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞു വിടും. കാരണം നന്മയും തിന്മയും സമമായി പോയിരുന്നു. നന്മ ഒരു അല്പമെങ്കിലും കൂടുതലുണ്ടായിരുന്നെങ്കിൽ സ്വർഗം ഉറപ്പായി. പക്ഷെ രണ്ടും സമമായി സൂചി നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ അള്ളാഹു താമസിപ്പിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലത്തിന് അള്ളാഹുവിന്റെ പേരാണ് അൽ അഅറാഫ്. ആ സൂറത്തിലെ 43-ാമത്തെ ആയത്താണ്. എന്താ ഈ ആയത്ത്? അൽഹംദുലില്ലാഹ് എന്ന് വാദമെന്ന് പറയും. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അത് പറയാൻ കുറെ പേർക്കും മടിയാണ്. എങ്ങനെയാണ് ബിസിനസ്? പോരാ, കഴിഞ്ഞ കൊല്ലം വരെ ഉഷാറായിട്ട് നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ ഉഷാറായിട്ട് നടന്ന ഒരു ദിവസത്തിൽ കുറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് പറയണത് പോരാ, ഒരിക്കലും പറയാൻ പാടില്ല. കഴിഞ്ഞ മാസം വരെ നിന്റെ ബിസിനസ്സും നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടുകാര്യങ്ങളും നിന്റെ കുടുംബകാര്യങ്ങളും അള്ളാഹു വളരെ മുറപോലെ നടത്തിക്കൊണ്ട് പോകുന്നില്ലേ? എവിടെയെങ്കിലും കുറവ് വന്നോ? ഇല്ലല്ലോ. ഒരു ദിവസം ഒരല്പം കുറവ് വന്നപ്പം അൽഹംദുലില്ലാഹ് പറയാൻ പറയുമോ? പോരാ, മീഡിയമാണ്, തീരെ ലോള. ഇതൊന്നും പറയാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. മുഅ്മിനീങ്ങൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനാകുന്നു സർവസ്തുതി. പറയാറുണ്ടോ? പറയാറില്ല എങ്കിൽ ഇന്നു മുതൽ പറഞ്ഞു പോകാം. എന്റെ എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാഹ്. അതിന് അറബിയിൽ എങ്ങനെ പറയും? അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ചിരിച്ചുകൊണ്ട് പറയും. മുഖത്ത് പ്രസന്നത വരുത്തണം, ഒരു പുഞ്ചിരി വരുത്തണം മുഖത്ത്. അതിന് കൂലിയുണ്ട്. നിന്റെ മുഖം ഒരു സഹോദരൻ എന്താണ് കൈഫൽ ഹാൽ, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെയുണ്ട് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നീ പറയുകയാണെങ്കിൽ 2 തരം കൂലിയാണ്. ഒന്ന് പുഞ്ചിരിച്ചതിനൊരു കൂലി, 2 അൽഹംദുലില്ലാഹ് പറഞ്ഞതിന് മറ്റൊരു കൂലി. ഇതിന് ഒരു പ്രാവശ്യമല്ല കൂലി, ഇരട്ടി 10. അതിന്റെ മനസ്സിന്റെ വിശാലതയ്ക്കനുസരിച്ച് കൂലിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് പടച്ചവന്റെ ഒരു പ്രത്യേകത. റബ്ബും തരാൻ വിചാരിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയും ഉണ്ടാവില്ല, വാരി കൂലി നൽകും, കൂലി പ്രതിഫലം. അല്ലാഹു പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ ഇസ്ലാം എന്ന മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഞങ്ങളെ അല്ലാഹു വഴി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നന്മയുടെ മാർഗത്തിൽ എത്തിപ്പെടുകയില്ലായിരുന്നു. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, ഞങ്ങളുടെ പ്രവാചകന്മാരെല്ലാവരും സത്യവുമായിട്ടാണ് വന്നത്. വനൂദൂ അൻ തിൽകുമുൽ ജന്നത്തു ഊരിസ്തുമുഹാ, ഇങ്ങനെ വാതുറന്ന് അൽഹംദുലില്ലാഹ് പറയുന്നവരോട് അല്ലാഹു പറയും, അവരോട് വിളിച്ചു പറയപ്പെടും. മലക്കുകൾ അടക്കം, സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ അടക്കം വിളിച്ചു പറയും, അതാ സ്വർഗം നിങ്ങൾക്ക് ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ അതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. തിൽക്കൽ ജന്നത്തു, ആ സ്വർഗം, ഊരിസ്തുമുഹാ, നിങ്ങൾക്ക് വറാസത്തായിട്ട് അല്ലാഹു നൽകിയിരിക്കുകയാണ്, അനന്തരാവകാശമായിട്ട് നൽകിയിരിക്കുകയാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ഈ ദുനിയാവിൽ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണ് അഅറാഫ് സൂറത്തിലെ ഈ ഭാഗം. അപ്പൊ മനസ്സ് തുറന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയും. എത്ര സൂറത്തിൽ അൽഹംദുലില്ലാഹ് കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സൂറത്ത് ഫാത്തിഹ എന്നോട് ആരംഭിച്ചിരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
ഒരു ദിവസം നിർബന്ധമായിട്ട് എത്ര വട്ടം ഓതുന്നുണ്ട് അൽഹംദുലില്ലാ? 17 പ്രാവശ്യം. 17 റക്അത്തിലായിക്കോട്ടെ അൽഹംദുലില്ലാ 17 പ്രാവശ്യം പറയുന്നു. ഫാത്തിഹ സൂറത്തിൽ റുകൂഇലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാ പറയുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാ പറയുന്നു. ഇഅ്തിദാലിൽ അൽഹംദുലില്ലാ പറയുന്നു. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാ അല്ലാഹുവിനെ സ്തുതിച്ച ആ സ്തുതിക്കുന്നവന്റെ സ്തുതി അല്ലാഹു കേട്ടിരിക്കുന്നു. സമിഅ അല്ലാഹു, ആര് കേട്ടു? അല്ലാഹു കേട്ടു. ലിമൻ ഹമിദ, അല്ലാഹുവിനെ ഹംദ് പറഞ്ഞവനെ, അല്ലാഹുവിനെ അൽഹംദുലില്ലാ പറഞ്ഞവന്റെ സ്തുതിയെ അല്ലാഹു കേട്ടിരിക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ എന്താ പറയണം? റബ്ബനാ ലക്കൽ ഹംദ്, പഠിച്ചവനെ നിനക്കാവുന്നു സർവസ്തുതി. മിൽഅസ് സമാവാത്, ആകാശങ്ങൾ നിറയെ, വമിൽഅൽ അർദ്, ഭൂമി നിറയെ, വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു, അതിനുശേഷം നീ ഉദ്ദേശിച്ച എല്ലാ വസ്തുക്കൾ നിറയെ നിനക്കാവുന്നു റബ്ബേ സർവസ്തുതിയും. കണ്ടോ? ഇഅ്തിദാൽ റുകൂഅ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക, വബിഹംദിക സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാകുന്നു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുമ്മ ഗഫിർലി, റബ്ബേ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണം. എവിടെയാണ്? റുകൂഅ്. അപ്പൊ റുകൂഅിൽ ചെല്ലുന്നു, ഇഅ്തിദാലിൽ ചെല്ലുന്നു, വീണ്ടും സുജൂദിൽ പോകുമ്പോൾ വീണ്ടും ചെല്ലുന്നു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ, എത്ര പ്രാവശ്യം നമസ്കാരത്തിലേക്ക്. പിന്നെ എന്താ നമസ്കാരം അല്ലാത്ത സമയത്ത് പറയാൻ മടി? നമസ്കാരത്തിൽ ഇത്രയും പ്രാവശ്യം പറഞ്ഞത് പറയേണ്ടതാണോ? അല്ല, ധാരാളം വട്ടം പറയണം. അതാണ് അള്ളാഹു പറഞ്ഞത്. സ്വർഗം വേണോ? ഈ സ്വർഗം അനന്തരാവകാശമായി കിട്ടണോ? എന്നാൽ അൽഹംദുലില്ലാ മനസ്സ് തുറന്ന് പറയാൻ അള്ളാഹു. അതുപോലെ തന്നെ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, എല്ലാവിധ മുഅ്മിനീങ്ങളും സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾ, യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ ഈമാൻ കൊണ്ട് അല്ലാഹു അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. എങ്ങോട്ട്? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന, ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളിലെ, ദഅവാഹും അവരുടെ പ്രാർത്ഥന, ഇവിടെ പോണെങ്കിലുള്ള പ്രാർത്ഥന, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ പോകണമെങ്കിൽ അവരുടെ പ്രാർത്ഥന, ദഅവാഹും ഫീഹാ, അവിടെ അവരുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, വതഹിയ്യതുഹും ഫീഹാ, അവർക്ക് അവിടെ കിട്ടുന്ന അഭിവാദ്യം, തഹിയ്യത്ത്, തഹിയ്യത്ത് നമസ്കാരത്തിൽ അത്തഹിയ്യാത്ത് പറയാറില്ലേ? അത്തഹിയ്യാത്തു എല്ലാ അഭിവാദ്യങ്ങളും, അൽ മുബാറകാത്തു എല്ലാ അനുഗ്രഹങ്ങളും, അസ്വലവാത്തു എല്ലാ പ്രാർത്ഥനകളും, അത്വയ്യിബാത്തു എല്ലാ നല്ല കാര്യങ്ങളും, ലില്ലാഹ് അർക്കാൻ അല്ലാഹുവിനാണ്. അപ്പൊ അല്ലാഹു പറയുന്നു ദഅവാഹും ഫീഹാ, അവർക്ക് അവിടെയുള്ള പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാകുന്നു, വതഹിയ്യതുഹും ഫീഹാ, അവർക്ക് അവിടെ കിട്ടുന്ന അഭിവാദ്യം സലാം. എന്തായിരിക്കും അവർക്ക് കിട്ടണം? ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് കിട്ടുന്ന അഭിവാദ്യം എന്താണ്? സലാം, സമാധാനം. വആഖിറു ദഅവാഹും, അവരുടെ പ്രാർത്ഥനയുടെ അവസാനത്തിലും അവർ എന്ത് ചൊല്ലും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രാർത്ഥന സ്റ്റോപ്പ് ആക്കുന്ന അങ്ങനെയാണ്. മുഅ്മിനീങ്ങളെ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്റ്റോപ്പ് ആകുന്നതിനെ അവസാനത്തെ പോയിന്റായിരിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവിനാകുന്നു സർവസ്തുതി. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യം എന്താ കൊണ്ട് തുടങ്ങണം? ഹംദ് കൊണ്ട് തുടങ്ങണം പ്രാർത്ഥന. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രാർത്ഥന അങ്ങനെ തുടങ്ങേണ്ടത്. അവസാനിപ്പിക്കേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകും. ഇങ്ങനെയൊക്കെയാണോ? എന്നാലേ അനന്തരാവകാശമായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ എടുത്തോ. അല്ലാഹു പറയുന്നു, നൂഹ് അലൈഹിസ്സലാം 950 വർഷം പാവപ്പെട്ട മനുഷ്യൻ
ഈ ജനങ്ങളുടെ ധിക്കാരികളുടെ ജനങ്ങളുടെ പുറകെ നടന്നു 950 വർഷം. അള്ളാഹുവിന്റെ കണക്ക് പറഞ്ഞു അൽഫസന അധിപൻ 1000 വർഷം ഇല്ല 50 ആമ, അതിൽ നിന്ന് ഒരു 50 വർഷം നിങ്ങൾ കുറച്ചോ. 950 വർഷം. ഏറ്റവും കൂടുതൽ ജീവിതം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്, വയസ്സ് കൊടുത്തിരുന്ന കാലഘട്ടമാണ്. ആരുടെ കാലഘട്ടം? നൂഹ് അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടം. അദ്ദേഹത്തിന് തന്നെ 950 വർഷമാണ് അദ്ദേഹത്തിന് വയസ്സുള്ള ആളുണ്ട്. 950 വർഷവും ജനങ്ങളുടെ പിന്നാലെ നടന്നു. കുട്ടിക്കാലം ഒഴിച്ചു ബാക്കി അതിനുശേഷമുള്ള കണക്കായിരിക്കും ചിലപ്പോൾ അള്ളാഹു പറഞ്ഞത്. ആ 950 വർഷവും പുറകെ നടന്നിട്ട് ജനം കളിയാക്കുകയും കൂക്കി വിളിക്കുകയും ഭ്രാന്തൻ വിളിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്ത് അവസാനം അള്ളാഹ് പറഞ്ഞു, നൂഹേ ഇത്രയും വർഷം നീ നടന്നല്ലോ, അള്ളാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ഞാൻ ഈ ജനങ്ങളുടെ പുറകെ നടന്നു ഇത്രയും വർഷം, ഒരെണ്ണം വളരെ കൈവിരലുണ്ടാവുന്ന ആൾക്കാരെ എന്റെ പുറകിലുള്ളൂ, നീ ഒരു മാർഗം സ്വീകരിക്കണം ഈ ധിക്കാരികൾക്കെതിരെ. നോഹ് നബിയോട് അള്ളാഹ് പറഞ്ഞു, ഒരു കപ്പലുണ്ടാക്കിയോ, ഒരു ഷിപ്പ് ഉണ്ടാക്കിയോ, മരം കൊണ്ടുള്ള ഒരു ഷിപ്പ് അടിച്ചോ, ഒരു മലയുടെ മുകളിൽ അടിച്ചോ. മലമുകളിൽ ഷിപ്പ് അടിക്കുന്നുണ്ടാൽ എല്ലാവർക്കും ചെയ്യില്ലേ? ഇത് ദൈവം ഭ്രാന്തനാണോ? വെള്ളത്തോട് ചേർന്ന ഭാഗത്തായിരിക്കും എപ്പോഴും ഷിപ്പ് നിർമ്മിക്കുക, കപ്പൽ നിർമ്മിക്കുക. കാരണം കടലിലേക്ക് ഇറക്കണ്ടേ പെട്ടെന്ന്. ഇത് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടപ്പോ എല്ലാരും കളിയാക്കി. അവസാനം എന്തുണ്ടായത്? അവസാനം അല്ലാഹു തൂഫാൻ ഇറക്കി, വെള്ളപ്പൊക്കം. ആ തൂഫാൻ അടുപ്പിൽ നിന്ന് വരെ വെള്ളപ്പൊട്ടി വീഴുന്ന അവസ്ഥ വന്നു. അവസാനം ആകാശം മുട്ടെ വെള്ളം വന്നു. ഈ മലയുടെ മുകളിൽ എത്തിയപ്പോൾ കപ്പൽ എങ്ങോട്ട് ഇറങ്ങി? വെള്ളത്തിലേക്ക് ഇറങ്ങി. മലയുടെ മുകളിൽ ഇരുന്ന കപ്പല വെള്ളത്തിലേക്ക് ഇറങ്ങി. നീയും നിന്റെ കൂടെ വിശ്വസിച്ചവരും എല്ലാ പക്ഷി മൃഗാതകളിൽ നിന്ന് 1-2 ജോഡിനെ കെട്ടിക്കോളാം, കാരണം ബാക്കിയെല്ലാം നശിക്കാൻ പോവാം. എന്നിട്ട് നീ ആ കപ്പലെ കയറിയെന്ന് പറയണം. നീ ആ കപ്പലിൽ കയറി കഴിഞ്ഞാൽ നിന്റെ കൂടെയുള്ളവരും അലൽ ഫുൽക്കി ആ കപ്പലിലേക്ക്, ആ ഷിപ്പിലേക്ക് പ്രവേശിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സോർന്ന് പറയണമെന്ന്. എല്ലാരും കിടന്ന് ഇങ്ങനെ വെള്ളം കുടിച്ച് ചത്തോണ്ടിരിക്കുക, മരിച്ചോണ്ടിരിക്കുക എല്ലാരും. നിങ്ങളെ കുറച്ചു പേരെ അള്ളാഹുവിൽ കയറ്റിയില്ലേ? അപ്പൊ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എങ്ങനത്തെ അള്ളാഹു? ഈ അക്രമികളായ ജനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുയാവുന്നു സർവസ്വയും. തെരഞ്ഞെടുപ്പ് സെറ്റ് നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. കുറെ കാര്യങ്ങളും പറഞ്ഞു കാണാം. കാരണം ധിക്കാരമൊക്കെ കുറെ പേരൊക്കെ അഹങ്കാരമൊക്കെ അള്ളാഹ് അടിച്ചു തകർത്തില്ലേ? അഹങ്കാരം അൽഹംദുലില്ലാഹ് പറയണം. നമ്മളെല്ലാരും പ്രാർത്ഥിച്ചതായി. ഇപ്പൊ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒറ്റക്ക് പറ്റത്തില്ലല്ലോ. പണ്ട് ഒറ്റക്കാരും തീരുമാനങ്ങളല്ല, അള്ളാഹുവോട് നിർത്തി പോരാ. ഫിറോന്റെയും ഹാമാന്റെയും ചെങ്കിസ് ഖാന്റെ ഒക്കെ പുറകെ പോകണ്ടായിട്ട് അവിടെ നിന്നോ അള്ളാഹ് പിടിച്ചു നിർത്തി. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് തുറന്നു പറയണം അൽഹംദുലില്ലാഹ്. പറയണം അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകിയ, സംരക്ഷണം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഖുൽ എന്നിട്ട് നീ പറയണം നൂഹേ റബ്ബി അൻസിൽനി മുൻസലം മുബാറക. അനുഗ്രഹീതമായ ഒരു താവളത്തിൽ ഞങ്ങളെ ഇറക്കണേ പടച്ചവനെ. ഈ കപ്പലിലാണ് ഞങ്ങൾ. ഈ വെള്ളം താഴ്ന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇറക്കേണ്ട എവിടെയാണ്? മുൻസലൻ മുബാറകൻ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ ഇറക്കണേ പടച്ചവനെ. വഅന്ത ഖൈറുൽ മുൻസിലീൻ. ഈ കപ്പലിൽ നിന്നും ഇറക്കുന്നവരിൽ നീയാണ് ഏറ്റവും ഉത്തമൻ. നൂഹ് നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമയോടും മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമയോടും അല്ലാഹു പറഞ്ഞു അവരുടെ പ്രാർത്ഥന, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് അലൈഹിസ്സലാമക്കും മകൻ സുലൈമാൻ അലൈഹിസ്സലാമക്കും ഞാൻ വിജ്ഞാനം നൽകി. വഖാല വാപ്പയും മകനും ഒന്നിച്ചു പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതി. എങ്ങനത്തെ അല്ലാഹു? അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ മിക്കവരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ബാപ്പായും മകനെയും അല്ലാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞു, അവരുടെ സ്തുതിയെ പറ്റി പറയുന്നു. മനസ്സ് തുറന്ന് സ്തുതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ നബിയോട് അല്ലാഹു പറഞ്ഞു ഖുൽ ഹംദുലില്ലാഹ്. പ്രവാചകരെ നീ മനസ്സ് തുറന്ന് ഇപ്രകാരം പറയണം, അൽഹംദുലില്ലാഹ്
വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അവൻ അഥവാ അല്ലാഹു തിരഞ്ഞെടുത്ത അവന്റെ ദാസന്മാർക്ക് സമാധാനം. അല്ലാഹു ഖൈറുൻ, അല്ലാഹുവാണ് ഉത്തമൻ. നമ്മളെല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലാഹുവാണ് ഉത്തമൻ. അമ്മാ യുശ്രികൂൻ, അല്ലെങ്കിൽ അവർ പങ്കു ചേർക്കുന്ന പങ്കാളികളാണ് ഉത്തമൻ. ബദരീങ്ങളും ബീവിമാരും കോജമാരും മുല്ലമാരും ശേഖന്മാരും ഔലിയാക്കന്മാരും അവരാണോ ഉത്തമൻ? അല്ലാഹു ഖൈർ, അല്ലാഹുവാണ് ഉത്തമൻ. എന്താ ആയതല്ലേ? മൊത്തം ആയതായി കേട്ടോ നിങ്ങൾ. പരിശുദ്ധ ഖുർആനാണ് ഇത്. ഉറുമ്പെന്ന സൂറത്തിൽ 59-ാമത്തെ ആയത്. അപ്പൊ നമുക്ക് മനസ്സ് തോന്നുന്നത് എന്ത് പറയാം? അൽഹംദുലില്ലാഹ് പറയാം. ഫാത്തിഹ സൂറത്ത് എങ്ങനെ ആരംഭിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൻആം സൂറത്ത് എങ്ങനെ ആരംഭിക്കുന്നത്? അൽഹംദുലില്ലാഹ്. ഉറപ്പല്ലേ? ഫാത്തിഹ സൂറത്ത് അൽഹംദുലില്ലാഹ് കൊണ്ട് ആരംഭിച്ചു, അൻആം സൂറത്ത് അൽഹംദുലില്ലാഹ് കൊണ്ട് ആരംഭിച്ചു, അൽ കഹ്ഫ് സൂറത്ത് എങ്ങനെ ആരംഭിക്കുന്നത്? ഇപ്പൊ ഓതിയില്ലേ? ഓതിട്ട് മടക്കി വെച്ചില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് കൊണ്ട് ആരംഭിക്കുന്നത് അൽ കഹ്ഫ് സൂറത്ത്. അതുപോലെ സബ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ഫാത്തിർ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ്. എത്ര സൂറത്തുകൾ! അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആരോഗ്യം, ആയുസ്, ആഫിയത്ത് നൽകിയ പടച്ചവനെ സ്തുതിക്കാം. നമ്മുടെ യൂറിനുണ്ടല്ലോ, പോകേണ്ട സമയത്ത് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആ യൂറിൻ പോയി കഴിയുമ്പോ അല്ലാ പറയാൻ പറഞ്ഞെന്താ? അല്ലെ, എന്റെ യൂറിൻ എന്നിൽ നിന്നും പുറത്തു കളഞ്ഞ പടച്ചവനെ, നിന്നോട് ഞാൻ എന്തിനു ചോദിക്കുന്നു? പാപമോചനം ചോദിക്കുന്നതോടൊപ്പം നിനക്കാകും പടച്ചവനെ സർവസ്തുതി. ഈ യൂറിൻ എന്ന ബുദ്ധിമുട്ട് എന്നിൽ നിന്നും നീക്കം ചെയ്ത് എനിക്ക് ശരീരത്തിനും മനസ്സിനും സുഖം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ടോയ്ലറ്റിൽ പോകുമ്പോൾ, രണ്ട് കാര്യത്തിന് പോകുമ്പോൾ പറയാൻ പറഞ്ഞത്, ഇറങ്ങി വരുമ്പോൾ പറയാൻ പറഞ്ഞ ഇതൊന്നും പോയില്ലെങ്കിലേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി സിൽസുൽ ബൗൾ, അത് അല്ലാഹു റസൂലിന്റെ കാലം മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. സിൽസുൽ ബൗൾ എന്ന് പറഞ്ഞാൽ മൂത്രവാർച്ച രോഗത്തിന് അറബിയിൽ പറയുന്ന പേരാ സിൽസുൽ ബൗൾ. അള്ളാഹു റസൂലിനോട് പറഞ്ഞു സിൽസുൽ ബൗലാണ്. അള്ളാഹു റസൂൽ നിസ്കരിക്കുമ്പോഴൊക്കെ അറിയാതെ ഒരു തുള്ളി മൂത്രം പോകുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടും. അതിൽ പേടിക്കണ്ടോ? അതിൽ പോകില്ലേ? നീ അടിവസ്ത്രത്തിന്റെ കൂടെ എക്സ്ട്രാ ഒരു വസ്ത്രം കൂടെ കരുതിയ പോരെ. നിസ്കാരം കഴിയുമ്പോൾ അത് അഴിച്ചു കളഞ്ഞേര്. പിന്നെ അടുത്ത നമസ്കാരത്തിന് നീ ശുദ്ധിയായി ഒന്നുകൊടുത്തതിന് ശേഷം ആ അടിവസ്ത്രത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു വസ്ത്രം കരുതുക, അവരുടെ പോലും കൂടെ. ഓക്കെ, അത് രോഗമാണ്. അത് പഠിച്ചോ വെച്ചതാ. ഇത് പോകാതിരുന്നാലാണ് കുഴപ്പം, അല്ലയോ? പോകുന്നത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏത് കാര്യത്തിലും അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിഞ്ഞാൽ എന്താ പറയണം? അൽഹംദുലില്ലാഹ്. വിശന്ന് കരിഞ്ഞ് പെയ്യാതിരിക്കുന്ന ആൾക്കാരെ, ഷുഗർ രോഗികളൊക്കെ ഉണ്ട്. ഒരൊക്കെ പെട്ടെന്ന് വിശപ്പ് തുടങ്ങും, കൈ കാലൊക്കെ വിറക്കും. ഒരു ഗ്ലാസ് വെള്ളം, ഒരു മിഠായി എടുത്ത് വായിച്ചാൽ അവരുടെ ആ കൈ കാലും വിറക്കലൊക്കെ അങ്ങനെ നിൽക്കും. അപ്പോഴും അവർക്ക് പറയാം, എന്ത് പറയാം? അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി വസക്കാനി. അതിനായി ഇതൊക്കെ പറയാൻ പഠിപ്പിച്ചു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചവനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുക. മഴക്കാലമാണ്, വളരെയധികം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ഇന്നലെ ഒരു കുട്ടി ആലപ്പുഴ ലജ്നത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഒറ്റൊരു മോനെ, ഒരു 9ാം ക്ലാസ്. ആ ഉമ്മാക്കും പാപ്പാക്കും, ഉമ്മ ക്യാൻസർ രോഗിയാണ്, മതിലിടിഞ്ഞ് വീണ് മരിച്ചു. അവൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലുള്ള വഴിയാണ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഇന്നലെ ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിലെ ആ കുട്ടിയെ ആ മയ്യിത്ത് പ്രദർശിപ്പിച്ചപ്പോൾ ജില്ലാ കളക്ടറും പ്രമുഖരായ ധാരാളം ആൾക്കാർ വന്നു. അവന് എല്ലാ അധ്യാപകരും കൂട്ടുകാരും ഒക്കെ സങ്കടത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ മുന്നിൽ. അങ്ങനെ പല അപകടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ആപത്ത് ബാധിക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച. നമുക്ക് സ്വന്തം ബാധിക്കുമ്പോൾ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ. ഈ സമൂഹത്തിൽ ബാധിക്കുമ്പോഴും എന്ത് പറയണം? അല്ലാഹുമ്മ അജിർനാ ഫീ മുസീബത്തിനാ വഖ്ലുഫ് ലനാ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ,
അജർനാ ഫീ മുസീബത്തിന, ഞങ്ങൾക്ക് ബാധിച്ച ആപത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ പഠിച്ചു. പറയാറുണ്ടോ? എങ്ങനെ പറയണം? അല്ലാഹുമ്മ, ഒന്ന് അനക്കെന്ന് വാ, അല്ലാഹുമ്മ അജർനാ ഫീ മുസീബത്തിന, അല്ലാഹുവേ ഞങ്ങൾക്ക് ബാധിച്ച ആപത്തിൽ ഞങ്ങൾക്ക് എന്ത് നൽകണം? പ്രതിഫലം നൽകണം. അല്ലാഹുമ്മ അജർനാ ഫീ മുസീബത്തിന വഖ്ലുഫ് ലനാ, ഞങ്ങൾക്ക് പകരം നൽകണം. ഖൈറൻ മിൻഹാ, ആ നഷ്ടപ്പെട്ടു പോയ കുട്ടിയേക്കാൾ നല്ലൊരു കുട്ടിയെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഓക്കെ, ആ നഷ്ടപ്പെട്ടു പോയ മോനുണ്ടല്ലോ, 1ാം ക്ലാസ്സുകാരൻ, ഇന്നലെ മരിച്ച മോൻ, അവനേക്കാൾ നല്ലൊരു മോനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് പോകുന്നത്, അല്ലെ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറാ പോകുന്നത്, അല്ലെ പ്രഗത്ഭനായ ഒരു അധ്യാപകനാ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാ പോകുന്നത്. അപ്പോഴത്തെ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അതിന് പകരം അല്ലാഹ് കൊടുക്കും. ഉമ്മു സൽമക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, ഉമ്മു സൽമയുടെ ഭർത്താവ് കൊച്ചുപ്രായത്തിലെ മരിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് ഭർത്താവായിട്ട് ആരാ വന്നത്? അല്ലാഹുവിന്റെ റസൂലാ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്നതാ പ്രാർത്ഥന? അല്ലാഹുമ്മ അജ്ർനാ ഫീ മുസീബത്തിനാ വഖ്ലുഫ് ലനാ ഖൈറൻ മിൻഹാ. ഒരാൾ മാത്രം കഴിഞ്ഞ ആഴ്ച സംശയം ഉണ്ടായിട്ട് വന്ന് അത് ഉറപ്പ് വാങ്ങിച്ചാ പോയത്. എങ്ങനെ പറയാൻ പോകും? ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അല്ലാഹുമ്മ, നമ്മൾ കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അജ്ർനാ, അല്ലാഹുമ്മ അജ്ർനാ ഫീ മുസീബത്തിനാ വഖ്ലുഫ് ലനാ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അജ്ർനാ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണം, ഫീ മുസീബത്തിനാ ഞങ്ങൾക്ക് ബാധിച്ച ആപത്തിൽ, വഖ്ലുഫ് ലനാ ഞങ്ങൾക്ക് പകരം നൽകണം, ഖൈറൻ മിൻഹാ അതിനേക്കാൾ. 1,00,000 രൂപയുടെ മൊബൈലും മേടിച്ച് ഒന്നു കൊടുക്കാൻ വന്നതാ. ഒതുവെടുത്തപ്പോ താഴ്ത്തോട്ട് പോയി മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. എറണാകുളത്ത് പോയി പെൻഡാമേനകത്ത് മേടിച്ചോട്ട് വന്നു, പള്ളിയിൽ ഒന്നു കൊടുക്കാൻ വന്നു, അത് അടുത്തേക്ക് പോയി വെള്ളത്തിൽ പോകും. അപ്പോഴേ എനിക്ക് അപ്പൊ എന്തായിരിക്കും പറയണത്? ഇതാണാ പറയണത്? ഞാൻ ഈ പറഞ്ഞ കാര്യമാണോ പറയണ? ആരാണ്ടൊക്കെ ശപിക്കുവോ? അല്ലേ, നമ്മൾ നമ്മളെ തന്നെ ശപിക്കും. പാടില്ല. പഠിച്ചവനെ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലതിന് എനിക്ക് നൽകണമെന്ന് പറഞ്ഞാൽ പഠിച്ചവൻ കൊടുക്കും ഉറപ്പായിട്ടും. മറിച്ച് നമ്മൾ പറയാറില്ല. ഇവിടെ മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇവിടുന്ന് ഹീറോ ഹോണ്ട ബൈക്ക് എടുത്തുകൊണ്ട് അരുകുറ്റിപ്പാലെന്ന് പണിനിർന്നിട്ടിരിക്കുകയാണ്. ആ പാലത്തിന്റെ മൂളിൽ കൂടെ കയറി വന്നു. എടുത്തന്നെ വന്നിട്ട് കൂടിയത് ഒരു 12 കിലോമീറ്റർ ഓടിട്ടേ ഉള്ളൂ. അതിന്റെ അകത്തോട്ട് വലിയ ഒരു ആണിയും വിട്ട് കയറി. അയാൾ അടക്കം വണ്ടിയും അവൻ പയ്യനും എല്ലാം കൂടെ അടിച്ച് താഴ്ത്തു. അവരെന്തായിരിക്കും പറയണം? ഇതൊക്കെ പറഞ്ഞു കാണുമോ? ഇല്ല, പറഞ്ഞു കാണില്ല. ഉറപ്പായിട്ടും പറഞ്ഞു ശപിക്കും, രാവും, അല്ലയോ? അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് മടങ്ങും. മനസ്സ് തുറന്ന് ആ വീണ കുട്ടിയുടെ കാലൊടിഞ്ഞോ? കാലൊടിഞ്ഞില്ല. കൈയൊടിഞ്ഞില്ല. അവന്റെ കണ്ണിനൊന്നും പറ്റുമോ? പറ്റിയില്ല. അത് ഓർത്തിട്ട് എന്ത് പറയാം നമുക്ക്? അൽഹംദുലില്ലാഹ് പറഞ്ഞൂടെ? പഠിച്ചോണ്ട് ഞാൻ വീണു, എന്റെ വണ്ടി ഒന്ന് പഞ്ചറായിട്ടേ ഉണ്ടായുള്ളൂ, എന്റെ കാല് ഒടിഞ്ഞില്ല, കൈ ഒടിഞ്ഞില്ല, കണ്ണിനും പരിക്ക് പറ്റിയില്ല, ഒന്നിനും പറ്റിയില്ല, അൽഹംദുലില്ലാഹ്. അതാണ് പഠിച്ചു പറയാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് മനസ്സ് തുറന്ന് എന്ത് പറയാം? അൽഹംദുലില്ലാഹ് പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവരും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, അയൽവാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും എല്ലാവരുടെയും പാപങ്ങൾ നീ കൊടുത്ത് മാപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, പഠിച്ചവനെ, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കുമായി നൽകുന്ന ജാരിയായ സ്വതക്കകൾ, പള്ളികൾക്കും അതുപോലെ തന്നെ ദീനി സ്ഥാപനങ്ങൾക്കും നൽകുന്ന ജാരിയായ സ്വതക്കകൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കുന്നതോടൊപ്പം ഞങ്ങൾക്കും അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണേ. റഹ്മാനെ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ വിശാലത നൽകണേ റബ്ബേ. അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, ഏഷണി, പരദൂഷണം, അഹങ്കാരം, ദുർമോഹം, എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. എല്ലാ ഭരണാധികാരികളുടെയും ദുഷ്ടലാക്കുകളിൽ നിന്നും ദുഷ്ട ഉദ്ദേശങ്ങളിൽ നിന്നും പഠിച്ചവരെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീൻ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണവും താമസവും മെഡിസിനും എല്ലാം നീ എത്തിച്ചു കൊടുക്കണമേ റഹ്മാനെ. ധിക്കാരിയായ ഭരണകർത്താവിൽ നിന്നും അവരെ നീ കാത്തിരക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين برحمتك.